എല്ലാവർക്കും നമസ്കാരം. സ്വസ്ഥ പ്രേയേഴ്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒരു അറിവ് പങ്കുവെക്കുകയാണ്. നമുക്കറിയാം, നമ്മളുടെ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ മാധ്യസ്ഥം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. ഈശോ ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിച്ചത് എന്നാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാനായിലെ വിവാഹ വിരുന്നിൽ വെച്ചാണ് ഈശോ തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത്. പക്ഷെ ഈശോ പറയുന്നുണ്ട്, ഇനിയും എൻ്റെ സമയമായിട്ടില്ല എന്ന്. അതും അമ്മയെ വിളിക്കുന്നത്, സ്ത്രീയെ, ഇനിയും എൻ്റെ സമയം ആയിട്ടില്ല എന്ന് ഈശോ എവിടെ പറയുകയാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഈശോയോട്, സ്വന്തം മകനോട് ഒരമ്മയ്ക്കുള്ള അധികാരത്തിൻ്റെ പുറത്ത് പറയുകയാണ്, അവർക്ക് ഇപ്പോൾ അത് ആവശ്യമാണ്. അങ്ങനെ അമ്മയുടെ വാക്കുകൾ ഉപേക്ഷിക്കാതെ ഈശോ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് ഒരു മാറ്റം വരുത്താൻ കഴിവുണ്ടെങ്കിൽ അത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥ പ്രകാരമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വേണമെങ്കിൽ നമുക്ക് മധ്യസ്ഥം അപേക്ഷിക്കാവുന്നത് പരിശുദ്ധ അമ്മയോട് മാത്രമാണ്. ഈ ഭൂമിയിലെ നമ്മുടെ ഏക ആശ്രയം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ്. ഈശോയിലേക്കുള്ള വഴിയാണ് പരിശുദ്ധ ദൈവമാതാവ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഈ ഒരു അറിവ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരാഗ്രഹം അല്ലെങ്കിൽ ഒന്നിലധികം ആഗ്രഹങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ 7 പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കുകയോ ചെയ്യാം, ഈ വീഡിയോയുടെ ലിങ്ക്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും പരിശുദ്ധ ദൈവമാതാവ് പ്രവർത്തിച്ചതുപോലെ ഈശോയെ നിങ്ങൾ 100 കണക്കിന് ആളുകളിലേക്കാണ് എത്തിച്ചു കൊടുക്കുന്നത്. ഒരു ആത്മായ പ്രേക്ഷിത പ്രവർത്തനത്തിൽ നിങ്ങൾ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ദൈവത്തെ പ്രഘോഷിക്കാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമായി നിങ്ങൾ ഇതിനെ കാണുക. എല്ലാവരും നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥന മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ 7 പേരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയേറെ ബുദ്ധിമുട്ടുകൾ, സഹനങ്ങൾ, പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന വിഷയങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും മറ്റ് വീഡിയോകളുടെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്തുക. തീർച്ചയായും നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോയുടെയും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യപ്പെടുന്ന നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നമ്മളിവിടെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അത് വെറുതെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയല്ല, 33 തവണ കരുണക്കൊന്ത ചൊല്ലിയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഈ പ്രാർത്ഥനകൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം വഴി, സകല വിശുദ്ധരുടെയും മധ്യസ്ഥം വഴിയാണ് നമ്മൾ ഈ കരുണക്കൊന്തയിലൂടെ ദൈവത്തിലേക്ക്, ദൈവത്തിൻ്റെ തിരുക്കരങ്ങളിലേക്ക് അർപ്പിക്കുന്നത്. തീർച്ചയായും അവയെല്ലാം തന്നെ നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒരു മരുന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്വസ്ഥ പ്രേയേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങൾ എടുത്തു നോക്കുക. ഈ ചാനലിലെ ഓരോ വീഡിയോകളും നിങ്ങൾക്ക് ആശ്വാസം പകരുന്നതാണ്. നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കുവാനുള്ള ഊർജം പകരുന്ന പ്രാർത്ഥനകളും സുവിശേഷ ബൈബിൾ വാക്യങ്ങളുമാണ് നമ്മുടെ എല്ലാ വീഡിയോയിലൂടെയും നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പരിശുദ്ധ ജപമാലയെ പറ്റിയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രാത്രിയിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ തലയണയുടെ ഉള്ളിൽ അല്ലെങ്കിൽ തലയണയുടെ കീഴിൽ നമ്മുടെ ജപമാല സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യത്തെ പറ്റി. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ജപമാല കയ്യിൽ കരുതണമെന്നാണ്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഒരു പരീക്ഷയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ചൊരു സ്ത്രീയെ കണ്ടു. ആ സ്ത്രീ പരീക്ഷാ ഹാളിൽ ഒരു ജപമാല കയ്യിൽ വെച്ചുകൊണ്ടായിരുന്നു പരീക്ഷ എഴുതിയത്. ആ ജപമാല പരീക്ഷാ ഹാളിൽ അവർക്ക് അലൗഡായിരുന്നു. ആ സ്ത്രീ നല്ല ഉയർന്ന മാർക്കോടുകൂടി ആ പരീക്ഷ പാസ്സാവുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരാളിനെ ഞാൻ കണ്ടു. ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. ആ ക്ലാസ്സിലുടനീളം ജപമാല കയ്യിൽ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടായിരുന്നു അവർ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അവരെന്നോട് പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്നു കൊണ്ട് ഞാൻ പഠിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്ന്. എനിക്കപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട് എന്ന്. മറ്റൊരാൾ ജോലി ചെയ്യുമ്പോൾ കയ്യിൽ ജപമാല ചുറ്റിക്കൊണ്ട് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടു. അതുപോലെ നിങ്ങൾ എപ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുവോ ആ സമയത്തെല്ലാം നിങ്ങളുടെ ബാഗിൽ അല്ലെങ്കിൽ പേഴ്സിൽ നിങ്ങളൊരു ജപമാല കരുതുക. നിങ്ങളുടെ പേഴ്സണൽ റോസറി,
നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന ആ ഒരു ജപമാല നിങ്ങളുടെ ബാഗിൽ കരുതുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംരക്ഷണമാണ്. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് നിങ്ങൾ കൂടെ കൊണ്ടുപോകുന്നത്. ഓരോ യാത്രാവേളകളിലും നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുൻപായും യാത്ര ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് വേണ്ടി നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഒപ്പം തന്നെ യാത്രാവേളകളിൽ നിങ്ങൾക്ക് ജപമാല ചൊല്ലാവുന്നതാണ്. ഒരു ജപമാല ചൊല്ലി തീരുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ഒരു ആവശ്യം സ്വർഗത്തിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും എല്ലാവരും യാത്രാവേളകളിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. പലരും യാത്ര ചെയ്യുമ്പോൾ മൊബൈലിലും ഫോണിലും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാണാം. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ അനാവശ്യമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് വർത്തമാനങ്ങളൊക്കെ പറയുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് തടസ്സങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പലരും ഇത് തിരിച്ചറിയുന്നില്ല. അതേസമയം നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ നടക്കണമെങ്കിൽ ഓരോ യാത്രകളും നിങ്ങൾ പ്രാർത്ഥനകളാക്കി മാറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോരം ആവശ്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാനുണ്ട്. ഈ ആവശ്യങ്ങളെല്ലാം ഈ പ്രാർത്ഥനാ വേളകളിൽ, ഈ യാത്രാവേളകളിൽ നിങ്ങൾക്ക് ജപമാലയിലെ മുത്തുകളിലൂടെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കാം. ഉറപ്പിച്ചുകൊള്ളുക, പരിശുദ്ധ അമ്മ ആ മുത്തുകൾ തള്ളിക്കളയുകയില്ല. നിങ്ങളുടെ ഒരു ആവശ്യം നിങ്ങളുടെ സ്വന്തം അമ്മയോട് പറയുമ്പോൾ നിങ്ങളുടെ സ്വന്തം അമ്മ അത് തള്ളിക്കളയാറുണ്ടോ? ഇല്ല. ഇനി അങ്ങനെ കളയുന്നുണ്ട് എങ്കിൽ പോലും പരിശുദ്ധ അമ്മ അങ്ങനെ ഒരിക്കലും തള്ളിക്കളയില്ല. അതുകൊണ്ട് തീർച്ചയായും യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ, പ്രാർത്ഥനകൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക കൂടി വേണം. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമാണ് ആ ഒരു യാത്രയിൽ ഉടനീളം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. നിങ്ങൾ നടന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിലോ, കാറിലോ, ഓട്ടോയിലോ, ബസ്സിലോ, ട്രെയിനിലോ, ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ ഷിപ്പിലോ എങ്ങനെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത്? എല്ലാ യാത്രാവേളകളിലും, എന്തിനേറെ പറയണം, വിനോദയാത്രകളിൽ പോലും നിങ്ങൾ ജപമാല കൂടെ കരുതണം. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് വിനോദയാത്ര എന്ന് പറയുന്നത്. സന്തോഷിക്കാൻ വേണ്ടി പോകുന്നതല്ലേ, അവിടെ എന്തിനു പ്രാർത്ഥിക്കണം? അവിടെ പ്രാർത്ഥിച്ച് സമയം കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ അത് തെറ്റാണ്. അവിടെ നിങ്ങൾക്ക് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംരക്ഷണം വളരെ ആവശ്യമാണ്. ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിൽ നിന്ന് പോകുവാൻ. എല്ലാ ചിന്തകളും, എല്ലാ ആഗ്രഹങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുവാൻ ഒരു നിമിഷം മതി. പക്ഷേ ആ ഒരു നിമിഷത്തെ ഇല്ലാതെയാക്കുവാൻ, വലിയ സംരക്ഷണം നിങ്ങൾക്ക് നൽകുവാൻ പരിശുദ്ധ ദൈവമാതാവിന് കഴിയും. ആയതിനാൽ എല്ലാവരും യാത്രാവേളകളിൽ നിങ്ങളുടെ ജപമാല കയ്യിൽ കരുതുക. പറ്റുമ്പോഴൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. നന്ദി പ്രാർത്ഥനകൾ ദിവസവും ചൊല്ലുക. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സുസ്തി എന്നുള്ള പ്രാർത്ഥന എല്ലാവരും മുടങ്ങാതെ ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക. കാരണം പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംരക്ഷണ പ്രാർത്ഥന കൂടിയാണത്. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. എല്ലാ പ്രാർത്ഥനകളും നമ്മളിവിടെ എഴുതി വെച്ച് 33 തവണ കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.